7,80,000 രൂപയ്ക്ക് ഫുൾ ഓണോടുകൂടി വണ്ടി. പോളോ GT ലോ കിലോമീറ്റർ ഓടി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. 2015 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. 8,90,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. ഫുൾ ഓൺ ചെയ്യാം. ഞാൻ ഇതിനൊരു വിത്ത് സനോനിക് സൺറൂഫ് എല്ലാം വരുന്ന വൈറ്റ് ഫിനിഷിംഗിൽ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള 5 സീറ്റർ. അതെ, 5 സീറ്റർ. അതിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കേരള വാഹനമാണ് ഇത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിഡ്ലം പ്രീമിയം വെഹിക്കിൾ. അതൊരു ബെസ്റ്റ് പ്രൈസിനാണ്, പൊട്ടിച്ചിട്ടുള്ള പ്രൈസിനാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ GL, അതേപോലെ തന്നെ നമുക്ക് തവണ ഒരു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു Audi A4. ചെറിയൊരു ബഡ്ജറ്റിന് നല്ല മൈലേജും നല്ല പെർഫോമൻസും നല്ല ഫീച്ചേഴ്സും ഉള്ള ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല പ്രീമിയം കളക്ഷൻസ് SUVയുടെ നല്ല കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അത്യാവശ്യം നമുക്ക് നല്ല 7 സീറ്ററുകൾ അതേപോലെ തന്നെ SUVയുടെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പോസ്റ്റിംഗിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാൽ നമ്മൾ മാക്സിമം പൊട്ടിച്ചിട്ട് അത്യാവശ്യം പ്രീമിയം വെഹിക്കിൾസ് നല്ലൊരു കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് സജിത്തന്നെയാണ്. സജി, നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ? നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം വള്ളോമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് വരുന്നത്. വള്ളോമ്പ്രം അത്താണിക്കൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് ആണ് നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുക. അതെ അതെ, നമുക്ക് ഏകദേശം ഒരു 10-40ഓളം പ്രീമിയം വെഹിക്കിൾസ് ഉണ്ട് അല്ലേ? അതിൽ നമുക്ക് നല്ല SUV കളക്ഷൻസ് ഉണ്ട്, ബെൻസ്, ഓഡി, അതേപോലെ തന്നെ BMന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ വാഹനവും നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ പ്രീമിയം വെഹിക്കിൾസ് നോക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ട്രസ്റ്റഡ് നല്ല അടിപൊളി കാറുകൾ കൊടുക്കുന്ന നല്ലൊരു കിഡ്ലൻ ഷോറൂമാണ്. നമ്മളൊരു പുതിയൊരു വാഹനം എടുക്കുന്നത് പോലെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. തീർച്ചയായിട്ടും. അത്യാവശ്യം നമുക്ക് എല്ലാ മെയിൻ്റെനൻസ് എല്ലാ കാര്യങ്ങളും പക്ക ചെക്ക് ചെയ്തിട്ട് അത്രയും ക്വാളിറ്റി ചെക്കിങ്സ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഷോറൂമിൽ വാഹനങ്ങൾ കയറ്റാറുള്ളത്. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു CLA 200 ഇല്ല? അതെ. ഇത് അത്യാവശ്യം നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ ആണ്. മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് മോഡൽ വരുന്നത് 2015 മോഡൽ 16 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇത് ആക്ച്വലി സിൽവർ കളറാണ്. നമ്മൾ റെഡിലേക്ക് റാപ്പ് ചെയ്താണ്. ഫുള്ളി റാപ്പിഡ് ആണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് ഒരു 70,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക നമുക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളി റാപ്പിഡ് ആണ്. നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡൊക്കെ നോക്കി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് നമുക്ക് വരുന്നത് അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ്? ഇതിപ്പോ നമ്മള് ഫൈനൽ നമുക്ക് 11,90,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി. അപ്പൊ നിലവിൽ നമുക്ക് SUV ഒക്കെ വാങ്ങുന്ന ഒരു 10 ലക്ഷം റേഞ്ചിൽ അല്ലേ? NOC റേറ്റ് ആണ്. NOC നമ്മള് കസ്റ്റമർ പേരിൽ എടുത്തു കൊടുക്കും. അപ്പൊ നമ്മളെ ഏത് പിന്നെ RTO ആണ് ആ ഒരു രജിസ്ട്രേഷൻ നമുക്ക് NOC എടുത്തിട്ട് ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ നമുക്ക് മാക്സിമം NOCയിലെ പ്രൈസിന് 11,90,000 രൂപ. 11,90,000 അല്ലേ? ഇപ്പൊ നിലനിൽക്കുന്നത് തേർഡ് ഓണർ ആയിട്ട് NOCയിൽ നമുക്ക് നമ്മുടെ അടുത്ത് തരാനും പറ്റും. അത് നമ്മളൊരു ആഷ് ബാഗിന്റെ ഒരു ബഡ്ജറ്റ് ഡീസൽ മാനുവലില് വിത്ത് സൺറൂഫോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ലൻ കെയുടെ സോണറ്റ് ആണ്. മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസും ഹൈലൈറ്റ് ആണ് അല്ലേ? ഇതിന്റെ മൈലേജ് നമുക്ക് ഡീസൽ ഏകദേശം എത്ര വരെ കിട്ടും? നമുക്കൊരു 20ന്റെ മേലെ മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഡീസൽ ഒരു മാനുവൽ വണ്ടിയാണ്. കൂടുതൽ നമുക്കൊരു സബോമീറ്റർ SUV ആയി. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. പ്രൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. കാരണം നമുക്ക് 4-door പവർ വിൻഡോ വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ ഫുൾ കൺട്രോൾസ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വാഹനമാണ്. ഈ റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സും നല്ല മൈലേജും അതേപോലെ തന്നെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വെഹിക്കിൾ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അങ്ങനെ ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് 2020 മോഡല് കിയ സോണറ്റ് HDX മോഡലാണ്. HDX ആണ് വേരിയൻ്റ് വരുന്നത്. 1,15,000 ഓടിയുണ്ട്. സിംഗിൾ ഓൺഷിപ്പിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് 7,80,000 രൂപയ്ക്ക് ഫുൾ ഓണോടുകൂടി വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതും 7,70,000 രൂപ അല്ലേ? അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓണിൽ വാഹനം ഇറക്കാം. അതുപോലെ തന്നെ നല്ലൊരു ബഡ്ജറ്റിന് നമുക്ക് സ്വന്തമാക്കി വരുന്ന ഒരു കിഡ്ലൻ വാഹനമാണ്. അടുത്ത നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിന് നല്ല മൈലേജും നല്ല പെർഫോമൻസും നല്ല ഫീച്ചേഴ്സും ഉള്ള ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് റെനോ ക്യാപ്ചർ. ഏകദേശം 18-20 മൈലേജ് കിട്ടും. അതേപോലെ നമ്മൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ലാംപ്സ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, അതേപോലെ ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ പക്ക പ്രീമിയം ലെവലിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ഹാൻഡ് റെസ്റ്റ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ,
അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടും റിയറിൽ AC വെന്റ് ഒക്കെ അടക്കം വരുന്ന നല്ലൊരു കിഡിലെ SUV ആണ് റെനോ ക്യാപ്ചർ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? മോഡൽ വരുന്നത് 2018 മോഡൽ 19 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. വെറും 70,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പിലുള്ള സെക്കൻഡ് ഓൺഷിപ്പ് ആണ്, അതും ഡീസലില് മാനുവൽ അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് 18-20 മൈലേജ് കിട്ടും. പിന്നെ നല്ല ബോഡി ക്വാളിറ്റി പെർഫോമൻസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് വാഹനം അല്ലേ? അതെ, നല്ല ബോഡി ലൈനിങ് ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്കിപ്പോൾ ഇതിന്റെ സ്പെഷ്യലായിട്ട് 5,25,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ ഓണോടുകൂടി നമുക്ക് ഈ വണ്ടി. അപ്പൊ അതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ചെറിയൊരു വാഗണർ ഓൾട്ടൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഡീസലില് അതും നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന നല്ല ഫീച്ചേഴ്സിൽ ഒരു വാഹനം സ്വന്തമാക്കാം, അതും ഫുൾ ഓണുള്ളത് അല്ലേ? അടുത്ത നമ്മള് വണ്ടി ഭ്രാന്തന്മാർക്കുള്ള വണ്ടി എന്ന് പറയാം അല്ലെ? പോളോ GT TSI ഓട്ടോമാറ്റിക്, അതും വൈറ്റ് ഫിനിഷ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡല് വെറും 67,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 67,000 കിലോമീറ്റർ, അതും GT ആണ്, അതും ഓട്ടോമാറ്റിക് അല്ലേ? ഇത് മോഡല് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇത് 2017 മോഡല് ഏറ്റവും ടോപ്പിന്റെ ആണ്. ഓക്കെ, ടയേഴ്സ് ഒക്കെ ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓൺഷിപ്പിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. നമുക്കിപ്പോൾ ഓഫറിന്റെ ഭാഗമായിട്ട് 7,25,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് പൊട്ടിച്ച പ്രൈസ് ആണ്. ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പില് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ GT, അത് നമുക്കൊരു ഓഫർ പ്രൈസ്, അതും നമുക്ക് 7,25,000 രൂപയ്ക്ക് മാക്സിമം ലോണും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പോളോ GT ലോ കിലോമീറ്റർ ഓടി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്, അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അപ്പോൾ നോക്കുന്നവരാണെങ്കിൽ മിസ്സാക്കേണ്ട, വേഗം വിളിച്ചോളി കേട്ടോ. അതൊരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു കിഡിലെ SUV ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, കാരണം നമുക്ക് ഇതുവരെ സെക്കൻഡ് മാർക്കറ്റിൽ എത്താത്തൊരു വാഹനമാണ് അല്ലേ? ഒരു ഹൈ ക്ലാസ് ലെവലിലൊരു സെഗ്മെന്റിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ എലവേറ്റ്. കിഡിലെ SUV ആണ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷനിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, വെറും 50,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ്. ZX ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡില് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പക്ക നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു അടിപൊളി വാഹനം. ശരിക്കും നമ്മുടെ ഫാമിലിക്ക് നമുക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റിയും പെർഫോമൻസും അത്യാവശ്യം മൈലേജും എല്ലാം വരുന്ന ഒരു അടിപൊളി, ഈ ഒരു സെഗ്മെന്റ് നമുക്ക് അത്യാവശ്യം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 12,50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ചെയ്യാം. മാക്സിമം ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ, ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കേരള വാഹനമാണ് ഇത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ പ്രീമിയം വെഹിക്കിൾ, അതൊരു ബെസ്റ്റ് പ്രൈസിനാണ്, പൊട്ടിച്ചിട്ടുള്ള പ്രൈസിനാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ GL, അതേപോലെ തന്നെ നമുക്ക് തവണ ഒരു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു Audi A4. അപ്പോൾ ഈ 4 പ്രീമിയം വെഹിക്കിൾസ് നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ട് അതും ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. ഫസ്റ്റ് ഒരു Audi A4. മനസ്സൂർക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 80,000 ഓട്ടം. NOCയിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആയിട്ട് ഒരു 7,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. അപ്പോൾ തവണ ഒരു Audi A4ന്റെ പ്രൈസ് ആണ് 7,50,000 രൂപക്കാണ് ഈ ഒരു Audi A4 തരാൻ പോകുന്നത്. അടുത്ത നമുക്കൊരു GL ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് GL 200 2015-16 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. നമുക്ക് NOCയിൽ ഫൈനൽ റേറ്റ് ആണ് 9,60,000 ഫൈനലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിലാണ് ഒരു GL നമുക്ക് കൊണ്ടുപോകാം. അത് നമുക്ക് വിത്ത് പാനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു ബെൻസിന്റെ പ്രൈസാണ്, അതും 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ്. എഗെയിൻ വീണ്ടും നമുക്കൊരു ബെൻസ് തന്നെയാണ്, അത് E-Class 250 ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുന്നത് E250 ആണ്, 2013-14 മോഡല്, സിംഗിൾ ഓണർ ആയിരുന്നു. സെക്കൻഡിലേക്ക് ഇപ്പോൾ ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച് മാറിയ വണ്ടിയാണ്. കേരള നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതെ അതെ, 75,000 ആകെ ഓടിച്ചുള്ളൂ ഡ്രിവൺ. നമുക്ക് റേറ്റ് വരുന്ന ബെസ്റ്റ് 13,400 നമുക്ക് ഫുൾ റെഡിയിൽ കൊടുക്കാം. അപ്പോൾ അത് നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. അടുത്ത നമുക്കൊരു ഹൈലൈറ്റ് ചെയ്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയുടെ Q3 ആണ്, അതും ഫുൾ ബ്ലാക്കിൽ ഒറിജിനൽ കേരള വിത്ത് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഒരു 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്ക് ഫൈനലായിട്ട് റേറ്റ് കൊടുക്കാം, നമുക്ക് 16,50,000 ചെയ്യാം. 16,50,000 ഒറിജിനൽ കേരള വാഹനമാണ്. അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ്, അത് നമുക്ക് വിത്ത് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ വണ്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മാക്സിമം നമ്മൾ പൊട്ടിച്ചിട്ടാണ് പ്രീമിയം വെഹിക്കിൾസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ 5 സീരീസ് 2 5 സീരീസ്
BM ഉണ്ട്. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഞെട്ടിക്കുന്ന റേറ്റിന് നമുക്കിതിപ്പോൾ കൊടുക്കാം. അതും 8,90,000 രൂപയ്ക്കാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കാനാവാത്തൊരു പ്രൈസ് ആണ്. കേരളത്തിൽ ആരും കൊടുക്കാത്ത ഒരു പ്രൈസിനാണ് ഒരു 5 സീരീസ് BM വെറും 8,90,000 രൂപക്ക്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 മോഡല് സെക്കൻഡ് ഓൺഷിപ്പിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. പുറത്തത്തെ വണ്ടിയാണ്. NOCയിൽ നമുക്ക് 8,90,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അപ്പൊ പൊട്ടിച്ച് മാക്സിമം കുറച്ചിട്ട് ഒരു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസിനാണ് ഒരു 5 സീരീസ് തരാൻ പോകുന്നത്. ഇനി അതാണ് വീണ്ടും നമുക്കൊരു BM തന്നെയാണ്. ഇത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം 5 സീരീസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് വെറും 70,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. നമുക്കിത് സെക്കൻഡ് ഓൺഷിപ്പ് തന്നെയാണ്. 2015 മോഡൽ. വെറും 13,25,000 രൂപയ്ക്ക് നമുക്കിത് ഈ വണ്ടി വിത്ത് NOC നമുക്ക് കൊടുക്കും. അടുത്ത നമ്മളൊരു ക്യൂട്ട് വെഹിക്കിൾ ആണ്. അതും ചെറിയൊരു ബഡ്ജറ്റിൽ മാക്സിമം വീണ്ടും നമുക്കൊരു മിനി കൂപ്പർ മാക്സിമം പൊട്ടിച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെയായിരുന്നു നമ്മളെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 മോഡല് 13 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഓക്കെ, കേരള നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് വരുന്നത്. റൈറ്റ് സൈഡ് ഒക്കെ നോക്കി നമുക്ക് അടിപൊളി വാഹനമാണ്. യെസ്, ഇന്റീരിയർ ഒക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ല. എങ്ങനെയാണ് മോഡൽ പറഞ്ഞത്? 2012 മോഡൽ 13 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ഒരു കിഡ്ലം വാഹനം അല്ല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കത് 10,90,000 രൂപയ്ക്ക് നമുക്കത് NOC പ്രൈസ് അല്ല, നമ്പറായ വണ്ടിയാണ്. 10,90,000 രൂപയ്ക്ക് 10,90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഡീസലാണ്. മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 2 XUV. ഒന്ന് നമുക്ക് 7 സീറ്റർ ആണ്, ഒന്ന് 5 സീറ്റർ ആണ് വരുന്നത്. രണ്ടും 2021 മോഡലാണ്. ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്കിൽ ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി അല്ലേ? രണ്ടും ഡീസലാണ്. ഡീസൽ മാനുവലാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. വെറും 25,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. നോക്കി നിങ്ങൾ, സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ല. 7 സീറ്റർ ആണ് വരുന്നത്. 7 സീറ്റർ കൂടിയാണ് ഈ ഒരു വാഹനം വരുന്നത് അല്ലേ? നമുക്ക് ഈ ഒരു വാഹനം എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്കിത് 14,60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ചെയ്യാം. 14,60,000 മാക്സിമം ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അത്യാവശ്യം നല്ല ഒരു 90% ലോൺ നമ്മൾ ഗ്യാരണ്ടി ആണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം. ഞാൻ ഇതിനൊരു വിത്ത് സനോറിക് സൺറൂഫ് എല്ലാം വരുന്ന വൈറ്റ് ഫിനിഷിംഗിൽ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള 5 സീറ്റർ അല്ല? 5 സീറ്റർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡലാണ്. വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇത് ലോ കിലോമീറ്റർ ആണ്. നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിലൊക്കെ നല്ല വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും ഉണ്ട് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്ക് ഈ വണ്ടി ഒരു 13,60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ചെയ്യാം. 13,60,000 ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു കിഡ്ലൻ സ്കോർപ്പിയോ ആണ്. അതൊരു ഓഫർ പ്രൈസിലാണ് നമുക്ക് തരാൻ പോകുന്നത്. എത്തേട്ടാ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നോക്കി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ വെറും 75,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് അല്ലേ? ഓഫർ പ്രൈസ് ആണ് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കിത് വെറും 7,90,000 രൂപയ്ക്ക് നമുക്കിത് നെറ്റ് നമുക്കിപ്പോൾ 7,90,000 രൂപ മാക്സിമം ലോൺ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ചെറിയൊരു പ്രൈസിൽ നമ്മൾ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു കിഡിലൻ നിസാന്റെ കിക്സ് ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 70,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. കേരള വണ്ടിയാണ്. ലോ കിലോമീറ്റർ വാഹനമാണ്. നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം 18-20 മൈലേജ് കിട്ടും. റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് LCD സ്ക്രീന് കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും പ്ലസ് നമുക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു പിന്നെ റേറ്റ് വരുന്നത്? നമുക്ക് വെറും 5,30,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ചെറിയൊരു പ്രൈസിനാണ് സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഓട്ടോമാറ്റിക് AC, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, ഓട്ടോ സെൻസിംഗ് വൈപ്പേഴ്സ് എല്ലാം വരുന്ന വണ്ടി അല്ല? ഫ്രണ്ട്സ്, നമ്മളിന്ന് പോഷനിങ്ങിലായിരുന്നു. ഒത്തിരി നല്ല കളക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ആ മാക്സിമം ട്രാക്ക് കാര്യങ്ങളും ഫുൾ ഓണിലും ചെറിയ ബഡ്ജറ്റിലും ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോയിൽ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് സജിത് സൈനിങ് ഓഫ്.